ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. തിരക്കെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് എണീക്കാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കണം. തലേ ദിവസം ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളിവിടെ ഉച്ചക്കാണല്ലോ എണീക്കുക. അപ്പം എണീക്കുന്ന സമയത്തുള്ള വീഡിയോയും കാര്യങ്ങളും ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എടുക്കണം, റെസിപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ എണീക്കാൻ. അപ്പം എനിക്ക് 3 മണി 3:30 ആകുമ്പോഴത്തേന് ഫുഡാകണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ. ഏത് പെട്ടെന്ന് തന്നെയാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും എല്ലാ തരം കറികളും മീൻ വറുത്തതും മീൻ കറിയും പിന്നെ അങ്ങനെ എല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ഏത് നേരം വൈകുകയാണെന്നുണ്ടെങ്കിലും. കാരണം ഇവിടെ കാക്കൂന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്ന എല്ലാ വിഭവങ്ങളും വേണം കേട്ടോ. ഭയങ്കര നിർബന്ധമല്ല, ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യമായിട്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ സാദാ ചോറാണ് കേട്ടോ. സാദാ ചോറും മീൻ കറിയും മീൻ വറുത്തതും വെണ്ടയ്ക്ക വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പപ്പടം പൊരിച്ചതും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് നേരം വൈകിയോണ്ട് തന്നെ എനിക്ക് ചോറിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ വാങ്ങുന്ന അതേ അരിയാണ് കേട്ടോ, ഇവിടെയും വാങ്ങുന്ന ജയ അരിയാണ് കേട്ടോ. നല്ല വേവാണ് കേട്ടോ അരിക്ക്. അതുകൊണ്ട് തന്നെ എനിക്കിത് കാക്കു വരുന്ന സമയത്തേക്ക് ആകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം കാക്കു വരുന്ന സമയത്ത് നന്നായിട്ട് ക്ഷീണിച്ചിട്ടായിരിക്കും വരിക. വന്ന പാടന്നെ ഭക്ഷണം വേണ്ടി വരും കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് ഫുഡ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോകേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മോക്കൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മൂത്താക്ക് അന്നൂന് കേട്ടോ. പക്ഷേ ആ ക്ലാസ്സിൽ നിന്ന് അവർക്ക് നാട്ടിൽ നല്ല മഴയാണ്, ഇടിയാണ്, മിന്നലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം കുറച്ച് സമയം നമ്മൾ അതിന് വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം വൈകി. പിന്നെ അതാ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലുസൈലിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ കാക്കുൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ പറഞ്ഞു ലുസൈലിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അപ്പം നല്ല ഭംഗിയാണ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഇവിടെ പോയതാണ് കേട്ടോ. അപ്പോൾ കാക്കുവിൻ്റെ അമ്മാവൻ്റെ മോള് ഇവിടെ ഖത്തറിലുണ്ട്. അവളും ഹസ്ബൻഡും മക്കളും നമ്മളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഉള്ളത് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ. പക്ഷേ എല്ലാ ഭാഗത്തൊന്നും ഗ്ലാസ് അല്ല. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഉള്ള ഭാഗത്തേക്കൊന്നും ഞാൻ അധികം ഒന്നും പോയിട്ടില്ല കേട്ടോ. എനിക്ക് സത്യത്തിലും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ, അതായത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള പേടി കാരണം എനിക്ക് നടക്കാതെ പോകലട്ടോ. പല പ്രാവശ്യം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഈ പേടി കാരണം കൊണ്ട് തന്നെ അതൊക്കെ നടക്കാതെ പോയിട്ടുണ്ട് കേട്ടോ. ഇതും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന സമയത്ത് താഴെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നേരെ താഴെ വരുന്ന കടലാണ് കേട്ടോ. അത് കണ്ടതോടെ തന്നെ എൻ്റെ കിളി പോയിട്ടോ. എല്ലാവരും പോയിട്ടോ, മക്കളടക്കം എല്ലാവരും പോയിട്ടോ. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ കുറച്ച് ദൂരെ നിന്ന് അവർ പോകുന്നതും വരുന്നതും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, മക്കളൊക്കെ ആയിട്ട് വരുന്ന, അതായത് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് മക്കൾക്കൊക്കെ കളിക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കടലിനോട് ചേർന്നിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറേ സമയം മക്കളെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷ് ആവും വേണം. പിന്നെ മക്കളെയൊക്കെ ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോകണം. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മോളിൽ കയറിയിട്ട് നമ്മളിതാ മക്കളെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ. പിന്നെ ഫ്രഷാകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാക്കു ഫുഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് അധികം റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. ഇന്ന് ഫുഡ് നമ്മൾ ഉള്ള സ്ഥലത്തേക്ക് കാക്കു വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല പാർക്കിലൊക്കെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതിനായിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർബക്സിൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ നമ്മൾ പോയി നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റാർബക്സ് എന്നൊരു കോഫി കുടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കോഫിയുടെ റേറ്റ് കേട്ടാൽ നമുക്കൊന്നും കോഫി കുടിക്കാൻ തോന്നില്ല കേട്ടോ. ഏതായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരണ്ട കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല അടിപൊളി കമൻറ്റുകളും നമുക്ക് അയച്ചു തരണമെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ പാർക്കിൽ കുറച്ച് സമയം
ഇരിക്കണം കേട്ടോ. ഇവർക്കിങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ അവരെ കൂടെ ഇങ്ങനെ നിൽക്കണം നമ്മൾ. കാരണം അവർ ഒന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ മക്കളെ ഒപ്പം തന്നെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നടന്ന് അവർക്കും അതൊരു സന്തോഷമാണ്, നമുക്കും അതൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമ്മൾ എന്നൊന്നും പുറത്തേക്കൊന്നും പോകില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് എന്തോ എന്നും പുറത്ത് ഇറങ്ങണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് കേട്ടോ. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന് തന്നെ പുറത്ത് പോകുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് അതൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കളിയും എല്ലാം കഴിഞ്ഞ് മക്കളും അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കാക്കുവിൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ആ വന്ന സമയത്ത് ഇവർ ഇവിടുന്ന് ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ പോയിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവരികയാണ് കേട്ടോ. ഇവക്ക് പിന്നെ ചെറുതായിട്ടൊന്ന് പനിക്കുന്നുണ്ട്, ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഐസ്ക്രീമൊന്നും കഴിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവള് മൈൻഡാക്കുന്നേ ഇല്ല കേട്ടോ. പിന്നെ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.